പ്രിയമുള്ള സഹോദരങ്ങളെ, ജിന്നുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ജിന്നുകളെ കുറിച്ച് അഗാധമായിട്ട് പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരു ഉസ്താദിനെ സമീപിക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ട് ആ ഉസ്താദിനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ജിന്നുകളെ കാണാത്തവർ ഉണ്ടോ? ജിന്നുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം വലിയ ജിന്ന് മൂപ്പരനെ എങ്ങനെയാണെങ്കിൽ പറഞ്ഞു വരുമ്പോൾ മൂപ്പര് വലിയ ജിന്നായിട്ട് വരും. കണ്ടോളി. എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയിക്കുന്നവർ ഉണ്ട്. ഖുർആൻ പറഞ്ഞതാണ് ജിന്നുകൾ ഉണ്ട് എന്ന്. ജിന്നുകൾ ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയിക്കുന്ന ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഉണ്ട്, ആളുകളുണ്ടാവും. മുസ്ലിങ്ങൾക്ക് ജിന്നിനെ കുറിച്ചൊന്നും വിശ്വാസം ഉണ്ടാവില്ല, മുസ്ലിങ്ങൾക്ക് ഉണ്ടാവും. മൂപ്പരെ വിശ്വാസം എന്താ നമുക്കറിയില്ല. എന്തായാലും പറയട്ടെ. ജിന്ന് ഇല്ല എന്ന് വിശ്വസിച്ചാൽ കാഫിറാണ്. അതാണല്ലോ ഇസ്ലാമിക നിയമം. അപ്പൊ ജിന്ന് ഇല്ല എന്ന് വിശ്വസിച്ചാൽ കാഫിറാണ്. മനുഷ്യനെ പിഴപ്പിക്കാനേ ഇവർക്കൊക്കെ പിശാച് കൊടുക്കുന്ന സപ്പോർട്ടാണ് ഈ കാണുന്നത്. മനസ്സിലാക്കങ്ങള് എന്തൊരു മനുഷ്യനാണിത്. ജിന്നില്ല എന്ന് വിശ്വസിച്ചാൽ എന്താണ്? കാഫിറാണ്. ശരിയാണ്, ഇസ്ലാമിന്റെ വിശ്വാസമാണ് അതൊക്കെ. ഇവിടെ അതൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് ഒരു ചതിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കേട്ടോളി. അപ്പോൾ ജിന്നുകൾ എവിടെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് കണ്ടുപിടിക്കാൻ സൂറത്തുൽ ജിന്നുമായി കൂടുതൽ ഇടപഴകും. ജിന്ന് ഇല്ല എന്ന് വിശ്വസിച്ചാൽ കാഫിറാണ്. അതാണല്ലോ ഇസ്ലാമിക നിയമം. അപ്പോൾ ജിന്നുകൾ എവിടെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് കണ്ടുപിടിക്കാൻ സൂറത്തുൽ ജിന്നുമായി കൂടുതൽ ഇടപഴകുക. കേട്ടോ? അപ്പൊ സൂറത്തുൽ ജിന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന ആരാ? അള്ളാന്റെ റസൂലാണ്. റസൂലിന് വായി ഇറങ്ങിയിട്ട് റസൂൽ അത് പഠിപ്പിച്ചു തന്നപ്പോൾ ഇല്ലാത്ത പഠനം നമ്മൾ എന്ത് ചെയ്യണം? അതിൽ കൂടുതൽ അടുക്കുമ്പോൾ ജിന്ന് എവിടെ പ്രവർത്തിക്കുന്നു എവിടെ പ്രവർത്തിക്കില്ല എന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. കേട്ടില്ലേ? ഇതെന്തിനാണ് പറയണമെന്നറിയോ? ഇനിയിപ്പോ ജിന്ന് ചികിത്സ തുടങ്ങിയിട്ടുണ്ട്, അതിനെന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടേ? അപ്പോൾ തനിച്ച ശിർക്ക് മാത്രമല്ല, തനി ഖുറാഫത്ത് മാത്രമല്ല, പാക്ക മുശ്രിക്കിന്റെ എല്ലാ അടയാളം കാണിക്കാൻ പോവാണ്. ഇനി മൂപ്പരെ ചികിത്സ നമുക്കൊന്ന് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജിന്നു മഹൽ പറയുന്ന അത്ഭുത പ്രതിഭാസം മലപ്പുറം ജില്ലയിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേട്ടില്ലേ? സലാം പറയാൻ കൂടി അറിയില്ല, ഒന്നുകൂടി കേട്ടോളി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാം പറഞ്ഞ പോലെ കേട്ടോ. ആ സലാം പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് അറിഞ്ഞോലുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞാലുള്ള അർത്ഥവും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞാൽ അതിൽ അർത്ഥത്തിൽ മാറ്റം ഉണ്ടോ ഇല്ലേ അത് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്താൽ വളരെ വളരെ ഉപകാരം. എന്തായാലും ഉസ്താദ് പറയട്ടെ. ജിന്നു മഹൽ പറയുന്ന അത്ഭുത പ്രതിഭാസം മലപ്പുറം ജില്ലയിൽ തിരുവനന്തപുരത്ത് തിരുനാവായ കൊടക്കൽ എന്ന പ്രദേശത്ത് സ്വാലിഹീങ്ങളായ ജിന്നുകളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവന്റെ പ്രയാസങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക്, പ്രതിബന്ധങ്ങൾക്ക്, പ്രശ്നങ്ങൾക്ക്, രോഗങ്ങൾക്ക്, കടബാധ്യതകൾക്ക്, പൈശാചിക ബാധകൾക്ക് എല്ലാം സമാധാനവും പരിഹാരവും ലഭിച്ചുകൊണ്ടിരിക്കുന്ന വലിയ മജ്‌ലിസാണ്. എല്ലാ ഞായറാഴ്ചയും മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാണ് മജ്‌ലിസ് നടക്കുക. എങ്കിലും ഞായറാഴ്ച ദിവസങ്ങളിലും വളരെ നേരത്തെ തന്നെ സുബഹിക്ക് മുമ്പ് തന്നെ ജനങ്ങൾ ഒഴുകിയെത്തുകയാണ്. അത്ഭുതങ്ങൾ അവർക്ക് അനുഭവപ്പെട്ടതിന്റെ പേരിലാണ് വരുന്നത്, അല്ലാതെ. അപ്പൊ എല്ലാ ഞായറാഴ്ചയും ജിന്ന് മാലറ എന്താണ് കൊടക്കല്ലോ എന്തോ പറയുന്നുണ്ട്, ആ പ്രദേശത്ത് വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾ ഇങ്ങനെ എല്ലാ ഞായറാഴ്ചയും മഗ്‌രിബിന് ശേഷമാണ് പരിപാടി നടക്കുന്നതെങ്കിലും സുബഹിക്കുന്ന ആളുകൾ വന്ന് തിക്കും തിരക്കും കൂട്ടാണ്. കേട്ടോളി. മറ്റൊരാൾ പറഞ്ഞ് പുകഴ്ത്തിയിട്ട് വരുന്നവരല്ല, തന്റെ കാര്യം സലാമത്തായി. അതുകൊണ്ട് ജിന്നു മഹദറയിൽ വരുന്നു, അവർക്ക് മജ്‌ലിസിൽ പങ്കെടുക്കുന്നു. സാമ്പത്തികമായി കടബാധ്യതകളിൽ നിൽക്കുകയും കൊടുക്കേണ്ട സമയത്ത് ആ സമ്പത്ത് കൊടുക്കാൻ കഴിയാതെ വരികയും കരഞ്ഞുകൊണ്ട് വിഷമിച്ചുകൊണ്ട് ഈ മഹദറയിൽ വരികയും അവിടെ വന്നിരുന്ന ഒരു സൂറത്ത് യാസീൻ ഓതുകയും ഫാത്തിഹ ഓതുകയും അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും അള്ളാഹു അവരെ ഏൽപ്പിക്കുന്നു. ആ വിഷയം വളരെ സന്തോഷകരമായി പൂർത്തീകരിച്ചു. അബ്ബാസ് മൈമൂൻ സാലിഹീങ്ങളായ ജിന്നുമക്കൾ ആ വിഷയം അള്ളാഹു അവരെ ഏൽപ്പിക്കുന്നു. ആ വിഷയം വളരെ സന്തോഷകരമായി പൂർത്തീകരിച്ചു കൊടുക്കുന്നു. അള്ളാഹു താല ഇഷ്ടപ്പെട്ട ദാസന്മാർ മുഖേന തവസ്സുലാക്കിയിട്ട് പ്രാർത്ഥന നടത്തുന്നു, അള്ളാഹിനോട് പ്രാർത്ഥന നടത്തുന്നു. ആ പ്രാർത്ഥന നടത്തിയിട്ട് പിന്നെ സംഭവിക്കാൻ പോകണം. നിങ്ങൾ കേട്ടോ? അള്ളാഹു അവരെ ഏൽപ്പിക്കുന്നു. ആ വിഷയം വളരെ സന്തോഷകരമായി പൂർത്തീകരിച്ചു കൊടുക്കുന്നു. ഇത് എല്ലാം. അപ്പൊ അബ്ബാസ് മൈമൂൻ എന്ന് പറയുന്ന സാലിഹീങ്ങളായ ജിന്നു മക്കളെ അള്ളാഹു എന്ത് ചെയ്യാണ്? ഈ പ്രൊജക്ട് ഏൽപ്പിക്കുകയാണ്. എന്ത്? ഇങ്ങനെ കുറച്ച് ആളുകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ പോയിട്ട് അത് ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഇയാളെ കാലുമൊക്കെ വീഴാൻ തോന്നുക. കാരണം അള്ളാഹുന്റെ റസൂലിന് കിട്ടാത്ത വഹിയാണ് കിട്ടണതേ. ഇവരൊക്കെ ചവിട്ടിക്കൂട്ടാൻ ആളില്ലേറ്റല്ലേ? അള്ളാഹുന്റെ റസൂലിനെ പോലും അവഗണിക്കുന്ന രീതിയിൽ, പരിഹസിക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ഇവരൊക്കെ തൊപ്പിയിട്ട് ഒരു നല്ലൊരു കോട്ടുവിട്ട് പച്ചമുണ്ട് തോളിലൂട്ട് ഇരിക്കുമ്പോൾ അവിടെ പോണ ആളുകളൊക്കെ അള്ളാഹുന്റെ റസൂലിനെ എങ്ങനെ കാണുന്നത്? എല്ലാ ഞായറാഴ്ച നടക്കണം കേട്ടോ, വെള്ളിയാഴ്ച ഒന്നല്ല, ഞായറാഴ്ച എല്ലാ ഞായറാഴ്ചയും നടക്കുന്നുണ്ട്. അബ്ബാസ് മൈമൂൻ എന്ന് പറയുന്ന ജിന്നുകൾ എന്ത് ചെയ്യും? എന്നിട്ട് ഇറങ്ങി വരും. ഇതിനെ കൂടി നടക്കണ്ടാവും ചിലപ്പോൾ, അറിയില്ലല്ലോ. ഇപ്പോൾ ചിലപ്പോൾ ഞാൻ ഈ പരിപാടി പറയുമ്പോൾ ഇവർക്കെതിരെയുള്ള പറയുന്നത്, പടച്ചോനെ ആ ജിന്നാളെ
അല്ലെ പഠിച്ചോങ്ങോട്ട് അയക്കാണല്ലോ. അപ്പോൾ പഠിച്ചാൽ ആ ജിന്നാളെ ഇങ്ങോട്ട് അയക്കല്ലേ, ഞാൻ കുറച്ചു നേരം പറഞ്ഞു തീർത്തോട്ടെ. അങ്ങനെ ജിന്നാൾക്ക് കഴിവുണ്ടെങ്കിൽ പിന്നെ ജിന്നാൾക്ക് അങ്ങനെ മനുഷ്യനെ ഇതാക്കാൻ പഠിച്ചോ കഴിവ് കൊടുത്തുകൊണ്ടെങ്കിൽ വേണ്ട, ഈ ഉസ്താദിന് തന്നെ അങ്ങനെ കഴിവുണ്ടെങ്കിൽ ഞാൻ ഈ കുറ്റം പറയുമ്പോൾ വന്നിട്ട് എന്ത് ചെയ്യണം? ആ ജിന്നെ അങ്ങോട്ട് പോയിക്കോ, അല്ല പറയണം അബ്ബാസ് മൈമോൻ ഇങ്ങോട്ട് വരുമോ, അങ്ങോട്ട് പോകുമെന്ന് പറയണ്ടേ എൻ്റെ അടുത്തേക്ക്? അള്ളാനെ കളിയാക്കല്ലോ കേട്ടോ, അങ്ങനെ അള്ളാനെ പരിഹരിക്കല്ലോ. അള്ളാഹു അങ്ങനെ ഒരു ദുനിയാവിൽ അങ്ങനെ സിസ്റ്റം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ പറയുന്ന സിസ്റ്റത്തെ പരിഹസിക്കുമ്പോൾ ഇന്നെ ഇവിടെ ഒന്നാണ് തെക്കി കൊല്ലാൻ ഏൽപ്പിക്കണ്ടേ? ഞായറാഴ്ചയും നിങ്ങൾക്ക് അവിടെ വരാം, നേരിട്ട് അനുഭവിക്കാം. ആരും പറഞ്ഞു കേട്ട് നിങ്ങൾ വിശ്വസിക്കണ്ട. ഇൻഷാ അള്ളാ ഈ മജ്‌ലിസിന്റെ അങ്കണത്തിൽ വെച്ച് തന്നെ എല്ലാ ഇംഗ്ലീഷ് മാസവും ആദ്യത്തെ ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ കായൽപട്ടണം സ്വലാത്ത് മജ്‌ലിസും നടക്കുന്നുണ്ട്. ഇനി ആ ചികിത്സ ഒന്ന് കണ്ടോളിട്ടോ. ചികിത്സ അവിടെ നടക്കുന്ന ചികിത്സയാണ് കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ഞാനിപ്പോ അബ്ബാസ് മൈമൂൻ എന്ന് പറയുന്ന ഇവരെ ഞാൻ ജിന്നാളെ പരിഹസിക്കൊന്നുമല്ല കേട്ടോ. ഇവർക്ക് അങ്ങനെ പറയുന്ന ഒരു കഴിവ് ഈ ഉസ്താദിനുണ്ടെങ്കിൽ ഉസ്താദ് എന്താ വേണ്ടത്? ഇവർക്കെതിരെ പല ആളുകളും യൂട്യൂബേഴ്സ് ചെയ്തിട്ടുണ്ട്. അവർക്കെതിരെ എന്തെങ്കിലും ചെയ്യണ്ടേ? എന്തെങ്കിലുമൊക്കെ പറയാം. എന്നിട്ട് ആളുകളെ പറ്റിച്ച് വഞ്ചിച്ച്, ഇതിലും നല്ലത് എന്താണ്? ആളുകളെ വഞ്ചിച്ച് ഭക്ഷണം കഴിക്കില്ലാതെ നല്ലത് ഇവരൊക്കെ എവിടെയെങ്കിലും തുപ്പുമ്പോൾ അത് നക്കിയിട്ട് ജീവിക്കണം. എന്നാ എന്താ അറിയോ? അതിന് ഉത്തരം പറയേണ്ടിയില്ല. അത് നാളെ ഇതൊക്കെ പിന്നെ ഇങ്ങോട്ട് മേപ്പെട്ട് കയറിയ ശ്വാസം കീഴ്പ്പെട്ട് കിട്ടാതായി പോയാലേ പിന്നെ വിശ്വാസം വേണ്ടേ? മരണാനന്തര ജീവിതമൊക്കെ വിശ്വാസം ഉണ്ടെങ്കിലല്ലേ. ഇവരൊന്നും മരിക്കാനുണ്ടാവില്ല ചിലപ്പോൾ. ഇവരെന്ത് ചെയ്യുക? ഇവർ മരിക്കാതെ ശരീരം അബ്ബാസ് മൈമൂൻ വന്നിട്ട് കൊണ്ടുപോകുന്നൊക്കെ പറയും. ഇങ്ങനെ 4 ജാതികളാണ് ഈ കേരളത്തിലെ മുസ്ലിമായ മനുഷ്യന്മാരെ മുഴുവനായിട്ട് നശിപ്പിക്കുന്നത് എന്നുള്ളത് ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് വിദ്യാസമ്പന്നരായ കേരള ജനതയ്ക്ക് മനസ്സിലാവാതെ പോകുന്നു എന്നുള്ളത് വളരെയധികം ഖേദം തന്നെയാണ്.